4 പതിറ്റാണ്ടും കഴിഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ സിനിമയിലേക്ക് വരാൻ നിമിത്തമായ ഈ മണ്ണിൽ അതിന് കാരണക്കാരായ നമ്മൾ പ്രാർത്ഥന കേട്ടത്. സംസ്കൃത പ്രാർത്ഥന ചൊല്ലിയത് അമൃത വർഷിണിയാണ്. പോർച്ചുഗീസിൽ പ്രാർത്ഥന ചൊല്ലിയത് നാദിയ റുബെല്ലോ. നാദിയ ഗോവയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സിംഗറാണ്. പോർച്ചുഗലിലൊക്കെ ഒത്തിരി ആരാധകരുണ്ട്. ഫാഡോ എന്നുള്ള പോർച്ചുഗീസ് റൊമാൻറ്റിക് സോങ്സിലൂടെ പ്രശസ്തിയാണ് നാദിയ. നാദിയ ബറൂസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇംഗ്ലീഷിൽ പ്രാർത്ഥന ചൊല്ലിയത് ഷെയ്ലയാണ് നമ്മുടെ ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ അഭിമാനം ശ്രീ മോഹൻലാൽ സംവിധാന രംഗത്തേക്ക് കടക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ സിനിമയുടെ തറവാട്ടിൽ ജനിച്ച അസാമാന്യ പ്രതിഭ. ഒരിടവേളയ്ക്ക് ശേഷം ജിജോ സാറിനെ പോലെ സിനിമയുടെ സാങ്കേതിക വിദ്യയിൽ ആഴത്തിൽ അറിവുള്ളയാൾ ആശീർവാദ് സിനിമാസിന്റെ ബറോസിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിനായി ജിജോ സാർ. ലൈക്ക് ദിസ് 2000 അപ്പോൾ ഇതുപോലൊരു ദൃശ്യം കണ്ടു. ഒരു ബോളാടിൻ്റെ ഒരു കുറ്റിപ്പുറത്ത് ഒരാളിരിക്കുന്നത്. അത് കണ്ടിട്ട് ജൂഡ് പറഞ്ഞു, ഇയാളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പെൺകുട്ടിക്ക് കാണാം. ചിലപ്പോൾ മരത്തിൻ്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും, ചിലപ്പോൾ മതിലിൻ്റെ മുകളിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ജൂഡ് കാപ്പിൽ മുത്തപ്പൻ്റെ കഥയായിരിക്കും പറയുന്നില്ലേ? അപ്പം ജൂഡ് ചോദിച്ചു, കാപ്പിൽ മുത്തപ്പനോ? അതെന്താ? നമ്മൾ കൊച്ചിയിലായിട്ടും കാപ്പിലിയുടെ മുത്തപ്പൻ്റെ കഥ അറിയില്ലേ? കാപ്പിൽ മുത്തപ്പൻ എന്ന് പറയുന്നത് കുട്ടിച്ചാത്താൻ മിത്ത് പോലെ ഒരു മിത്താണ്. ഞങ്ങൾ കുട്ടിച്ചാത്താൻ ആദ്യമായിട്ടൊരു 3D എടുക്കാനായിട്ട് പല കഥകൾ ആലോചിച്ച കൂട്ടത്തിൽ കൺസിഡർ ചെയ്ത് തള്ളി ഒരെണ്ണമാണ് കാപ്പിൽ മുത്തപ്പൻ്റെ കഥ. അത് 2020 നടന്നത്. ഞാനപ്പോൾ ആ കഥ ഒന്നുകൂടെ ഒന്ന് വിപുലീകരിച്ച് ഇത് പറയാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. ആ പടം ഇതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്കിന്ന് പ്രത്യേകമായി സന്തോഷം തരുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇറ്റ് വാസ് ടേക്കൺ റൈറ്റ് ഓവർ അബൌവ് ദെയർ. This photograph was taken when we were shooting My Dear Kutti Chatan. That day we won the best picture award for എൻ്റെ മാമാട്ടുകുട്ടി അമ്മയ്ക്ക്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അതിന് സ്വീകരണം നടത്താൻ വേണ്ടി പാച്ചിയെയും സിബിയെയും അങ്ങനെ പലരെയും വിളിച്ച് കൂട്ടത്തിലെടുത്ത ഫോട്ടോയാണിത്. What gave me great gratification today is we are now starting a film Baros by Ashirwad Films. On the day it has won a national award. Their previous film by Priyadarshan, Aravikadarila Simha. So I find it ominous, a good omen. May God bless. എടുത്തപ്പോഴത്തേക്ക് സിബി ഉണ്ട്, പ്രിയനുണ്ട്. ജസ്റ്റ് എ ത്രോ ബാക്ക്. ഒരു 5 കൊല്ലം മുമ്പാണ് ഞാനിവിടെ സ്റ്റുഡിയോ ലൂസി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു കഥ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് RK രാധാകൃഷ്ണൻ, ആഫ്റ്റർ കിഷ്കിന്ദ, ഹി വാസ് ഇലസ്ട്രേറ്റിംഗ് ദാറ്റ്. ആ സമയത്ത് സ്വപ്ന ഡേവിഡ്, എ ഫ്രണ്ട് ഓഫ് and even Pedro, that's when we understood about the historicity of the story, because earlier I just wrote a story. So ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആണ് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് രാജീവും this is a break, not a commercial break, this is a break. എല്ലാവരുടെയും ബ്ലസ്സിങ്ങോടുകൂടി ഞാനിത് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആൾക്കാരുമായിട്ട് മുകളിൽ പോയി വിളക്ക് കൊടുക്കാം. ജിജോ സംസാരിച്ചു.
എല്ലാവർക്കും നന്ദി. ഫാസിൽ സർ ദയവായി തുടർന്ന് അഭ്യർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് കാലത്ത് മലയാള സിനിമയ്ക്ക് ഒരുപിടി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുമായി ഈ സംവിധായക പ്രതിഭ കടന്നു വന്നു. അദ്ദേഹം നടത്തിയ ഒരു കണ്ടെത്തൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു ചരിത്രം എഴുതി തുടങ്ങുകയായിരുന്നു. ലാലേട്ടന്റെ തലതൊട്ടൊപ്പൻ നമ്മുടെ സ്വന്തം പാച്ചിക്ക ഫാസിൽ സാറിനെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ആദ്യ സിനിമാ സംവിധായക സംരംഭത്തിന് ദൃക്സാക്ഷികളായ എല്ലാവരെയും അനുമോദിക്കുന്നു. ലാലിൻ്റെ ഇന്റർനാഷണൽ ഫിലിം 40 വർഷത്തെ ലാലിൻ്റെ ജീവിത ചരിത്രത്തിലെ വലിയൊരു സംഭവമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഒരു വലിയ സംരംഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും. മലയാള സിനിമയിൽ ഒരുപാട് നടന്മാർ സംവിധായകരായിട്ടുണ്ട്. പക്ഷെ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറവാണ്. ഏറ്റവും അവസാനം പൃഥ്വിരാജ് തലയും മുറുക്കി മോഹൻലാലും ഇറങ്ങിയിരിക്കുകയാണ് സംവിധാനം. ഏതായാലും അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ വലിയ സമ്പത്ത് സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും തന്നെയാണ് പറഞ്ഞത്. 40 വർഷത്തിലേറെയായി ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. സിനിമയുടെ വളർച്ചയും തളർച്ചയും എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും ആണ് ഈ 40 വർഷത്തിലേറെ ഞങ്ങൾ സഞ്ചരിച്ചത്. ഞങ്ങളൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയോടൊപ്പം ആണ് വളർന്നത്. മലയാള സിനിമ വളർന്ന് ദേശാന്തരങ്ങളും രാജ്യാന്തരങ്ങളും ഗോളാന്തരങ്ങളും ഒക്കെ കടന്ന് ബറോസിലെത്തി നിൽക്കുക. ഈ സംരംഭം, ഈ നിമിഷം ഒരുപക്ഷെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും പറ്റിയ ഒരു സുന്ദര നിമിഷമാണ്. ഇത് നമുക്കെല്ലാം പ്രിയങ്കരനായ മോഹൻലാൽ സംവിധായകനാകുന്നത് എന്നുള്ളതിന് അപ്പുറത്തേക്ക് അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു രാജ്യാന്തര ശ്രദ്ധ നേടാൻ പോകുന്ന സിനിമയാണ്. ഇതിന് മലയാളി പ്രേക്ഷകർക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് ഭാഷകൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, നാടും സംസ്കാരവും കടന്ന് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുന്ന ഒരു കലാ സൃഷ്ടിയായിത്തീരും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സതുദ്യമത്തിൻ്റെ ആരംഭം കുറിക്കലിന് ഇവിടെ സന്നിഹിതനാകാൻ സാധിച്ചതിന് ഒരു മഹാഭാഗ്യമാണ് ഞാൻ. എൻ്റെ സുഹൃത്തും സഹോദരനും എന്നതിനപ്പുറത്തേക്ക് വേറെ വൈകാരികമായി ഞങ്ങൾ അടുത്തിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായി ഞങ്ങൾ അടുപ്പിച്ചിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ സർവ്വജ്ഞനുള്ള എല്ലാ പിന്തുണയും, എല്ലാ സ്നേഹവും, എല്ലാ ആശംസകളും നേരുന്നു. ഒരു വാക്ക് ജിജോയെ കൂടെ പറ്റി പറഞ്ഞിട്ട് പോകണം എന്നാഗ്രഹിക്കുന്നു. ജിജോയ്ക്കും ഞാനും സിനിമയിൽ ഇവരൊക്കെ കൂടെ ഉള്ള ഒരു കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതും മലയാള സിനിമയിലെ ഒരു ചരിത്ര സംഭവമായിരുന്നു ആ സിനിമ. ആദ്യത്തെ 70 സിനിമ പടയോട്ടം എന്ന സിനിമയിലെ സംവിധായകൻ യഥാർത്ഥത്തിൽ ജിജോ ആയിരുന്നു. പ്രിയദർശനും സിബിയും ഒക്കെ ഫാസിലും ഒക്കെ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമയിൽ സിബിയും പ്രിയനൊക്കെ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. കുറേ കാലം സന്തോഷകരമായിട്ട് പോയി. സിനിമയെപ്പറ്റി അറിയാനും, സിനിമയെപ്പറ്റി പഠിക്കാനും, സിനിമയെപ്പറ്റി അനുഭവിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയ നിർമ്മാണ സ്ഥാപനത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കും. അതൊക്കെ വളരെ സന്തോഷപൂർവ്വം ജിജോ ഞങ്ങളൊക്കെ ഓർക്കുകയാണ്. വീണ്ടും ജിജോ വളരെ ആക്റ്റീവായിട്ട് ഈ സിനിമയുടെ പിന്നിലുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും ഏറ്റവും വലിയ കരുത്തും ശക്തിയും ജിജോ ആകട്ടെ, ജിജോയുടെ കൂടെയുള്ളവരാവട്ടെ, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരാകട്ടെ, ഞാൻ എൻ്റെ മുന്നിൽ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. എല്ലാ ഭാവുകങ്ങളും, എല്ലാ ആശംസകളും, എല്ലാ നന്മകളും നേരുന്നു. സന്തോഷം.
It's a great moment for me to be here today. അതായത് മോഹൻലാലിൻ്റെ ആദ്യത്തെ സംവിധാന ശ്രമം ഇവിടെ തുടങ്ങുകയാണ്. പക്ഷേ ഈ നവോദയയുടെ മണ്ണാണ് എൻ്റെയും ഫാസിലിൻ്റെയും സിബിയുടെയും ലാലിൻ്റെയും ഒക്കെ ആദ്യത്തെ പള്ളിക്കൂടം, ആദ്യത്തെ സ്കൂൾ. ഇവിടുന്ന് ഇത് വളരെ ഭാഗ്യമുള്ളൊരു മണ്ണാണ്. ഇവിടുന്നാണ് ഞങ്ങളുടെയൊക്കെ തുടക്കം. പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ വന്ന് നിൽക്കാനും മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമയാണ്, ലാലുവിൻ്റെ ആദ്യത്തെ സിനിമ പൂജയ്ക്ക് എല്ലാ മനസ്സിനുള്ളിലെ എല്ലാ പ്രാർത്ഥനകളും എനിക്കുണ്ട്. കാര്യം ഞാൻ ഒത്തിരി ഇമോഷനാണ് ഇത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സിനിമയിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, ഞാനും ലാലും ഒരുമിച്ച് വളർന്നു. ഞാൻ പലപ്പോഴും പറയും, ഒരു പക്ഷേ മോഹൻലാൽ എന്നൊരു വ്യക്തിയില്ല, അല്ലെങ്കിൽ പ്രിയദർശൻ എന്നൊരു സംവിധായകൻ ഉണ്ടാവില്ലായിരുന്നു എന്ന്. പക്ഷേ അടുത്തൊരു സ്റ്റെപ്പാണ്. He has achieved so many things in cinema. He has gone to the zenith of filmmaking, and he has gone to the mind of people of India as an actor. Now, it's one more step ahead. I hope that he will achieve that also in a very big way, with lot of laurels which he'll get from all over the world. Thank you. തുടങ്ങിയവരാണ് ലാലും, പ്രിയനും, ഞാനും, പാച്ചിക്കയും ഒക്കെയും. ഈ ഒരു 40 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ ഒന്നിച്ചു കൂടുവാൻ കാരണമായ ഈ ചരിത്ര സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായൊരു മുഹൂർത്തമാണ്. ഞാനും പ്രിയനും ഒക്കെ 4-5 സിനിമകളിൽ മാത്രം അസിസ്റ്റ് ചെയ്ത ശേഷം സ്വതന്ത്ര സംവിധായകരായവരാണ്. പക്ഷേ ലാലിനെ സംബന്ധിച്ചിടത്തോളം 360 സിനിമകളുടെ പരിചയവുമായിട്ടാണ് സംവിധായകനായി എത്തുക. അത് ഇത്രമാത്രം ബൃഹത്തായ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു സംവിധായകനായി രംഗത്തേക്ക് വരിക എന്നുള്ളതും നമ്മൾ മലയാളികൾക്ക്, ലാലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് ജിജോയിൽ നിന്നാണ്. ജിജോയെ ഞാൻ കാണുന്നത് ഇന്ത്യൻ സിനിമകളുടെ ഏറ്റവും മികച്ച ടെക്നീഷ്യൻ എന്ന നിലയിൽ തന്നെയാണ്. ജിജോ വീണ്ടും ഒരു സിനിമയെങ്കിലും സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. ചുണ്ടൻ വള്ളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതി കഴിഞ്ഞിരിക്കുന്ന തിരക്കഥ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റായിട്ട് വീണ്ടും പടയോട്ടത്തിന് ശേഷം വർക്ക് ചെയ്യാൻ ഉള്ളൊരു അവസരവും എനിക്ക് തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മമ്മൂട്ടി പറഞ്ഞതുപോലെ പടയോട്ടത്തിൻ്റെ സെറ്റിൽ അദ്ദേഹം ആദ്യമായി വന്ന ദിവസം തൊട്ടുള്ള ആ ഓർമ്മകൾ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മാസങ്ങളോളം ഷൂട്ടിങ്ങുമായിട്ട് മുന്നോട്ട് പോയ ഓർമ്മകളെല്ലാം ഇപ്പോൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ലാലിന് ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പുതിയ ഒരു സംരംഭത്തിലേക്ക് അദ്ദേഹം ചുവടുവയ്ക്കുമ്പോൾ എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും. നന്ദി. ഇന്നിവിടെ ഈ വിളക്ക് കൊടുത്താൽ എല്ലാവരും കൂടി സംഗമിച്ചപ്പോൾ ഞാൻ ആലോചിച്ചതാണ്, വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആരും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാകുമെന്നും, ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ മോഹൻലാൽ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമയുടെ പൂജാകർമ്മത്തിലെത്താൻ സാധിക്കുമെന്ന് ഒരിക്കലും സങ്കല്പിച്ചിട്ടുണ്ടാവില്ല. നേരത്തെ പ്രിയം പറഞ്ഞ പോലെ എനിക്കൊന്ന് മലയാള സിനിമയിലെ ഏറ്റവും പരിചയസമ്പന്നനായ, ഏറ്റവും പ്രവൃത്തി പരിചയമുള്ള ഡയറക്ടറായിട്ടാണ് മോഹൻലാൽ അരങ്ങേറാൻ തുടങ്ങുന്നത്. ലാലിൻ്റെ മനസ്സിൽ എന്നും ഒരു സംവിധായകനുണ്ടായിരുന്നു എന്ന് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പണ്ട് വരവേൽപ്പ് എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ അതിൽ ആ ബസ് തല്ലി പിടിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അന്ന് അവസാന നിമിഷത്തിൽ ത്യാഗരാജ മാഷക്ക് വരാൻ സാധിച്ചില്ല. അപ്പം ഞാൻ പിന്നെ ഏത് ആളെ കൊണ്ടുവരും, ഏത് മാസ്റ്ററെ കൊണ്ടുവന്നിട്ട് ആ ഫൈറ്റ് എടുക്കും. അപ്പോൾ ലാല് പറഞ്ഞു, ത്യാഗരാജ മാസ്റ്റർ അനുഗ്രഹം ഉണ്ടായാൽ മതി, നമുക്ക് ചെയ്യാം. അതിന് ആ ഫൈറ്റ് അന്ന് ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലാണ്. അപ്പോൾ ലാലിൻ്റെ മനസ്സിൽ ഒരു സംവിധായകനുണ്ട്, ഉണ്ടായി തീരും. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ലാല് പലപ്പോഴും അഭിനയിക്കുന്ന പോലും ലാൽ അറിയാതെയാണെന്ന്. അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ ഒരു നിറഞ്ഞ അറിവ്, കഴിവ്
ലാലിൻ്റെ സംവിധാനത്തിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് തീർച്ചയായിട്ടും ബാറോസിൻ്റെ ആദ്യത്തെ വിജയം ഇവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അതിൻ്റെ അനുഗ്രഹം ശ്രീ മമ്മൂട്ടി അടക്കമുള്ള മലയാള സിനിമയുടെ മൊത്തം അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ സിനിമ ആരംഭിക്കാൻ ശ്രമിക്കുന്നത്. ജിജോയ്ക്കും അതോടൊപ്പം തന്നെ ലാലിൻ്റെ ടീമിന് എന്തും കരുത്തായി നിൽക്കുന്ന ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനും എല്ലാ ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. സത്യത്തിൽ ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ആൾക്കാരിൽ ബാറോസ് എന്ന സിനിമയുടെ തിരക്കഥയും അതിൻ്റെ മറ്റു കാര്യങ്ങളും പൂർണ്ണമായി വായിച്ചറിഞ്ഞ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമയുടെ ഭാഗമായ ഒരാളായതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് പൊക്കി പറയാൻ എനിക്ക് അവകാശമില്ല. ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ലാത്ത ആളായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് പൊക്കി പറഞ്ഞേനെ. എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് ലാലേട്ടനോടാണ്. കാരണം നന്ദി എന്ന് ഞാൻ പറയാൻ കാര്യം, ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഇത്രയും വലിയൊരു സിനിമയിൽ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വേഷത്തിന് അദ്ദേഹത്തിന് ഇന്ത്യയിലെയോ മേബി ലോകത്തിലെയോ ഏത് ആക്ടറെ വേണമെങ്കിലും വിളിക്കാം. അതിനെന്തോ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് എൻ്റെ മുഖമാണ് എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് ലാലേട്ടനോടും ജിജോ സാറിനോടും ആന്റണി ചേട്ടനോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. കാരണം ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ലൂസിഫറിന്റെ ഷൂട്ടിങ്ങോ പോസ്റ്റ് പ്രൊഡക്ഷനോ നടക്കുന്ന സമയത്താണ് ലാലേട്ടൻ ആദ്യമായിട്ട് എന്നോട് മോനെ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി അതിൽ സർപ്രൈസ് ഒന്നും തോന്നിയില്ല. ഞാൻ ആണോ ചേട്ടാ എനിക്കാണ് സർപ്രൈസ്, ഞാൻ പറഞ്ഞാൽ ഓക്കെ. കാരണം ഞാൻ എൻ്റെ ക്യാമറമാൻ സുജിത് വാസുദേവനോട് ലൂസിഫർ ഷൂട്ട് തുടങ്ങിയ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സുജിത്ത് മൂപ്പർ ആക്ച്വലി ഒരു ഫിലിം മേക്കറാണ് കേട്ടോ. കാരണം നമ്മളൊരു ഷോട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ മറ്റ് ആർട്ടിസ്റ്റുകളോട് പോയിട്ട് നമ്മൾ ഷോട്ട് പറഞ്ഞു കൊടുക്കണല്ലോ ചേട്ടാ, ഇങ്ങനെ ഈ ട്രാക്ക് വന്ന് ഈ ഡോറിന്ന് അവോയ്ഡ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയൊക്കെ പറയണമല്ലോ. ലാലേട്ടനോട് നമ്മളൊന്നും പറയണ്ട, അവനെ അവിടെ ട്രാക്ക് ഒക്കെ ശരി. അപ്പൊ എനിക്കതൊരു ഫിലിം മേക്കറാണ്. പിന്നെ ഓഫ് കോഴ്സ് ഒരുപാട് പതിറ്റാണ്ടുകളുടെ ഒരു ആക്ടേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെയെങ്കിലും ഫിലിം മേക്കിങ്ങിനെ കുറിച്ചും ആ ലാംഗ്വേജിനെ കുറിച്ചും അറിവുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമയും സിനിമ എന്ന മാധ്യമത്തെയും വളരെ ആഴത്തിൽ ഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ബാറോസ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു സിനിമ സംവിധാനം ചെയ്യാൻ 2 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഒന്ന്, ഭയങ്കരമായിട്ടുള്ള മാനേജ്മെന്റ് സ്കിൽസ് വേണം. നമ്മളൊരു വലിയ യൂണിറ്റിനെ, ഒരുപാട് ടെക്നീഷ്യൻസിനെ, ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സ്കിൽസ് വേണം. ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും ഇതിന്റെ ലാംഗ്വേജിനെ കുറിച്ചും ഒരു ധാരണ വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇമാജിനേഷൻ വേണം. ഒരു ടെക്സ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു സാധനം ഇമാജിൻ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇമാജിനേഷന്റെ സ്കില്ല് വേണം. ബാറോസ് എന്ന് പറയുന്ന സിനിമ എക്സ്ട്രീം ടെക്നിക്കൽ നോഹോ ഉള്ള, നല്ല മാനേജ്മെന്റ് സ്കിൽസ് ഉള്ള, എന്നാൽ വളരെ കൊച്ചു കുട്ടിയുടെ ഇമാജിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രം സംവിധാനം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സ്കില്ലുകളും ഈ കഴിവുകളും എല്ലാം ഉള്ള ലാലേട്ടനേക്കാൾ കൊച്ചൊരു കുട്ടിയെ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് ആ കാര്യത്തിൽ തോന്നുന്നു ബാറോസ് എന്ന സിനിമ ഇന്ന് ലോകത്ത് സംവിധാനം ചെയ്യാൻ എൻ്റെ അറിവിൽ ഏറ്റവും നല്ല ആള് ലാലേട്ടനാണ്. അത് എനിക്കറിയാം. ഇപ്പൊ ഈ സ്ക്രിപ്റ്റിൽ ലാലേട്ടന്റെ ഇൻപുട്സ് എന്താണ്, ലാലേട്ടന്റെ വിഷ്വൽ ഇമാജിനേഷൻസ് എന്താണെന്ന് എനിക്കറിയാം. എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് ലാലേട്ടന്റെ ഇമാജിനേഷനിൽ ഉദിച്ച ഒരു സാധനമാണ്. അത് ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ എന്ന നിലയിനേക്കാൾ എനിക്ക് എക്സൈറ്റ്മെന്റ് ഈ സിനിമ ഇവൻച്വലി കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കാണ്. ആൻഡ് ഫൈനലി ജിജോ സർ, ഞാൻ ലൂസിഫറിന്റെ സക്സസ് സെലിബ്രേഷൻ ആണ് ബാറോസ് ലോഞ്ച് ചെയ്തത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ലാലേട്ടൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് എനിക്ക് തോന്നിയത് ലാലേട്ടൻ്റെ ഒരു ഡെബ്യൂ ഡയറക്ഷനോട് കൂടി ജിജോ സാറിനെ തിരിച്ച് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ജിജോ സാർ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കാഷ്വൽ കോൺവെർസേഷന്റെ സമയത്ത് മണിരത്നം സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഹീസ് ദ ഫൈനസ്റ്റ് ഫിലിം മേക്കർ ഇൻ ഇന്ത്യ എന്ന് മണി സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം രൂപകൽപ്പന കൊടുത്തിട്ടുള്ള ഈ സ്ക്രിപ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരുപാട് പൊക്കി പറയാൻ അവകാശമില്ല. ഐ ജസ്റ്റ് സേ ദാറ്റ് ഇറ്റ് റിയലി ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഞാൻ ഇത്രയും ലെജൻഡ്സ് ഇരിക്കുന്ന ഒരു സദസ്സിന് മുമ്പാകെ ഞാൻ എക്സ്പീരിയൻസ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ തമാശയായി പോകും. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ, എൻ്റെ സിനിമ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനൊരു സാന്നിധ്യം വായിച്ചിട്ടില്ല. അത് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് വായിക്കുകയും അത് ഇമാജിൻ ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ജിജോ സാറിനെ പോലെയും ലാലേട്ടനെ പോലെയുള്ള ലെജൻസിന് മാത്രം കഴിയുന്നതാണ്. ആൻഡ് ഒപ്പം സന്തോഷ് ശിവൻ ക്യാമറ, നാനി, ശ്രീകർ പ്രസാദ് സാർ എഡിറ്റിംഗ്, സന്തോഷ് രാമൻ ആർട്ട്, ഇതെല്ലാം ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓർ ലെസ് ലൈക്ക് എ ഡ്രീം അസംബ്ലി. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതെല്ലാം ഇമാജിൻ ചെയ്യാം, നമുക്കിതെല്ലാം ആഗ്രഹിക്കാം.
നമുക്കിതെല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു സംബഡി സ്പെൻഡിങ് ദ മണി ആൻഡ് ഷോയിങ് കൺവിക്ഷൻ ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ അതിന് ഫുൾ മാർക്സ് ടു മൈ ബ്രദർ ആന്റണി പെരുമ്പാവൂർ. ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിലൊരു സാധനമുണ്ടല്ലോ എന്ന് ഇമ്മീഡിയറ്റ്ലി ഐഡന്റിഫൈ ചെയ്ത് അതിന് നോ ബൗണ്ടറീസ്, ഇതിന് ബഡ്ജറ്റ് ഒന്നുമില്ല. എന്നോട് എപ്പോഴും പറയും ബാറോസിന് ബഡ്ജറ്റ് ഇല്ല. എന്താണ് ആ സിനിമയ്ക്ക് എത്ര രൂപയാവുന്നു അതാണ് അതിന്റെ ബഡ്ജറ്റ്. അങ്ങനെ ഒരു എന്നോടും ലൂസിഫർ സമയത്ത് പറഞ്ഞ വാക്കാണ് ഇതിന് ബഡ്ജറ്റ് ഇല്ല, ഈ സിനിമയ്ക്ക് എന്ത് പൈസയാണോ അതാണ് അതിന്റെ ബഡ്ജറ്റ്. അങ്ങനെ ഒരു നിർമ്മാതാവിനെ കിട്ടുക എന്ന് പറയുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്ന് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഈ സദസ്സിലുണ്ട്. സോ ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിഷസ്, ഇൻക്ലൂഡിംഗ് മീ. ഐ കനോട്ട് വെയിറ്റ് ടു ഹിയർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഫ്രം ലാലൻ. താങ്ക് യു. ലാൽ സാറും ജിജോയും എൻ്റെ അടുത്ത് ഈ പടം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ ലാൽ സാറിന് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴും ഞങ്ങളൊക്കെ കൂടെ പടം ചെയ്യാൻ നേരത്ത് എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ലൈറ്റിട്ടായിട്ട് പഠിച്ചെന്ന് അദ്ദേഹം പറയും. പക്ഷേ ഒരുപാട് സിനിമയിൽ എനിക്ക് നാഷണൽ അവാർഡും അങ്ങനെയുള്ള ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. I think it will be very interesting to join hands with Mohanlal and Raju and so many interesting talent and do this film. Thank you so much. ഇതൊരു വലിയ നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലാൽ ആദ്യമായിട്ട് 43 കൊല്ലം മുമ്പ് ക്യാമറയിൽ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ സാക്ഷിയാണ്. ഞാനാണ് ക്ലാപ്പ് അടിക്കുന്നത് ലാലിൻ്റെ മുഖത്ത്. അശോക് ഇവിടെ ഇരിപ്പുണ്ട്, ഉണ്ണിയുണ്ട്, പ്രിയനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അതിൽ സഹകരിച്ച എല്ലാവരും ഇന്ന് ഇപ്പോഴും ലാൽ സംവിധാനം ചെയ്യുന്ന പുതിയ ആദ്യമായിട്ട് രണ്ടാമത് അഭിനയത്തിന് ശേഷം തുറക്കുന്ന രണ്ടാമത്തെ ഇന്നിങ്സിൽ ഞങ്ങൾ കൂടെ ഉണ്ട്. അതൊരു വലിയ ഒരു നിമിത്തമാണ്, വലിയൊരു സന്തോഷം ലാൽ സംവിധായകനാകുന്നു എന്ന് അറിയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൻ്റണി പെരുമ്പാറിനെ പോലെ ഒരു വലിയൊരു പ്രൊഡ്യൂസർ, അതായത് ആൻ്റണിയുടെ ഈ കഴിഞ്ഞ പടം ഇപ്പം നാഷണൽ അവാർഡ് കിട്ടി. ഈ പടം എന്തായാലും ഇൻ്റർനാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്ന ഒരു പടമായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. മോഹൻലാലിന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. പോരാത്തതിന് ജിജോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രോജക്റ്റ് സർവേശ്വരന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഡയറക്ടറായിട്ടും നടനായിട്ടുള്ള ബന്ധമൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ. ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നു ആക്ഷൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്തു ആദ്യമായിട്ട്. അന്നങ്ങനെ സംഭവിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പം ഞാൻ എന്നും എന്നോട് പറഞ്ഞ് ഈ ഇന്റർവ്യൂവിലില്ല മോഹൻലാൽ എന്തെങ്കിലും എന്താവുമെന്ന് ചോദിക്കുകയും നമ്മൾ മോഹൻലാൽ ഇതിനൊക്കെ പറ്റി നിലയിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്പം ലാലുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണിത്. പിന്നെ അമ്മയ്ക്ക് കാണാൻ വരാൻ പറ്റിയില്ല. ആൻറ്റിയോടുണ്ടായിരുന്നു കുറേ കൂടെ രസമായിരുന്നു. എന്തായാലും ലാലെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് നിൽക്കുന്നു, സിനിമയിലെ നടൻ, സൂപ്പർ ഡയറക്ടറായിട്ട് നിൽക്കട്ടെ. നീ എനിക്കൊരു ചെറിയ റോൾ ഇതിനകത്ത് തരണം, ഒന്നുമില്ലായിരിക്കുക. നിന്നെ അഭിനയിപ്പിച്ചല്ലേ ഒരു പടത്തിൽ ആദ്യമേ. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ എനിക്കൊരു ചെറിയ റോൾ തരാം, ഫസ്റ്റ് ഷോട്ടൊന്നും എടുക്കണ്ട, അന്ന് ആലോചിക്കുക. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് പടം ഓടട്ടെ. ആന്റണി പെരുമ്പാവൂരിനും അതേപോലെ എനിക്ക് പറയാനുണ്ട്, ആന്റണിയെ കൂട്ടൊരു പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനൊരു പടമൊന്നും നടക്കില്ല. അപ്പം ആന്റണി പെരുമ്പാവൂരും ലാലും ജിജു എല്ലാം കൂടെ ചേർന്ന് പടം ഐശ്വര്യപൂർണ്ണമായിട്ട് നടക്കും. നമസ്കാരം. നമസ്കാരം. എനിക്ക് മുമ്പേ സംസാരിച്ച പ്രഗത്ഭരായ മറ്റു വ്യക്തികളെല്ലാം, പൃഥ്വിരാജ് ഒഴികെ ബാക്കി എല്ലാവരും മോഹൻലാലിനോടൊപ്പം സിനിമയിൽ വന്നവരും മോഹൻലാലിനോടൊപ്പം വളർന്ന ആളുകളുമാണ്. അതേസമയം ഞാൻ പുറത്തുനിന്ന് സൂപ്പർ സ്റ്റാർ എന്ന മോഹൻലാലിനെ കണ്ട് കൊതിച്ചതിന് ശേഷം സിനിമയിൽ വന്ന ആളാണ്. പക്ഷേ നാളിതുവരെ ഏതാണ്ട് ഒരു 32 വർഷത്തെ ഒരു സുഹൃത്ത് ബന്ധം ലാലുമായിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ഒരാളെന്ന നിലയിൽ ലാലിൻ്റെ ഈ ആദ്യ സംരംഭത്തിന് ഞാൻ എൻ്റെ എല്ലാ ഭാവങ്ങളും നൽകുന്നു. കുഞ്ഞാലിമരക്കാരെന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് മോഹൻലാൽ ആദ്യം ഈ വിശേഷം എന്നോട് പറയുന്നത്, ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ വളരെ അത്ഭുതത്തോടെ മോഹൻലാലിനെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എന്തിനും ഇപ്പം ഇങ്ങനെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ, അഭിനയിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ പോയി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയല്ല, ഞാൻ വൈകിട്ട് ഈ സിനിമയുടെ കഥ പറയാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നതാണ്. അങ്ങനെ വൈകിട്ട് ലാലിൻ്റെ അടുത്ത് ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനൊരു സിനിമ സ്വപ്നം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചല്ലോ, ഇങ്ങനൊരു സിനിമ വിഷ്വലൈസ് ചെയ്യണമെന്നുള്ളൊരു മോഹം അദ്ദേഹത്തിന് വന്നല്ലോ. അപ്പോൾ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു കഥ സിനിമയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും അദ്ദേഹത്തിനോടുള്ളൊരു ആരാധന കൂടി.
അപ്പോൾ പിന്നീടാണ് ആ സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും അറിയുന്നത്. സിനിമാ വേദിയിൽ സിനിമാ ലോകത്തെ എല്ലാ പ്രഗത്ഭരും ഒത്തുചേരുന്ന ഒരു വലിയ സംരംഭത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നായകനായി മോഹൻലാൽ വരുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ നിലയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി. Thank you so much, Lalu. Thank you, Jijo. Thank you, Ashirwad, for having me as a part of your film. And I'm sure this film is going to break grounds because firstly it's Lalu's first film and then there is Jijo around and there's a lot of talent. God bless and let's hope this goes to a great success all over the world. Thank you. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. എൻ്റെ ഏറ്റവും ഞാൻ എങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം എന്നെനിക്കറിയില്ല. സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഉള്ള അഭിസംബോധനകൾ മാറ്റിവെച്ചുകൊണ്ട് പറയുന്നു അങ്ങയുടെ സിനിമ ഗംഭീരമാകട്ടെ എന്ന് ഞാൻ ലാൽ സാറിനോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്നു. ഏറ്റവും വലിയ സന്തോഷം ജിജോ സാർ സിനിമയിലേക്ക് സജീവമായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സിനിമ അന്തർദേശീയ മാനങ്ങളുള്ള സിനിമയാണ്. അത്തരത്തിലുള്ളൊരു മാർക്കറ്റ് ലക്ഷ്യമാക്കുന്ന സിനിമയാണ്. അത്തരത്തിലുള്ള വലിപ്പം ഈ സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കാൻ രാജുവിടെ സൂചിപ്പിച്ചതുപോലെ സദാ സന്നദ്ധനായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ ആൻ്റണി പെരുമ്പാവൂരിനും എല്ലാവിധ ആശംസകളും. ഒരു കാര്യം കൂടി പറയണമെന്ന് തോന്നി. അത് രാജുവിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ്. ഇത് സംവിധാനം ചെയ്യണമെങ്കിൽ ഒരു കുട്ടിയുടെ മനസ്സുള്ള ഒരാൾക്ക് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകൾ മുഴുവനും ഉള്ളിൽ ഒരു കുട്ടി ഉള്ള ആളുകളാണെന്ന് തോന്നുന്നു. അല്ലാത്തവർക്ക് വലിയ ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല. പക്ഷേ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന ആറാട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒരു ഷോട്ടിൻ്റെ ബ്രേക്കിൽ എൻ്റെ ഒരു സഹസംവിധായകൻ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വന്ന പയ്യൻ, അവൻ എന്തോ ഒരു ജോലി ചെയ്ത് 1 മിനിറ്റ് വെറുതെ നിന്നപ്പോൾ കറക്റ്റായിട്ട് അവൻ നിന്നത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു വിളക്കിൻ്റെ താഴെയാണ്. അതിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിരി അവൻ്റെ തലയിൽ വീണു. അതൊരു വല്ലാത്ത വിഷ്വലാണ്. തലയിലൊരു തിരി നീണ്ടു നിന്ന് കത്തുകയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് പോയിട്ട് അയാളെ കത്ത് പിടിക്കാതിരിക്കാൻ വലിക്കാൻ വേണം. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും പോയി 1 മിനിറ്റ് ഞാൻ കണ്ടോട്ടെ എന്ന് പറയുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് പക്ഷെ ആ 1 മിനിറ്റാണ് മോഹൻലാൽ എന്ന അസാമാന്യ പ്രതിഭ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ച ആ 1 മിനിറ്റാണ് മോഹൻലാലിനെ മോഹൻലാലാണ്. ആ മോഹൻലാലിന് ബറോസ് ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ പറ്റും എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അങ്ങയുടെ സിനിമയിൽ ആ മാജിക്, ആ ഫാൻറ്റസി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സാർ, ഒരു കാര്യം കൂടി, ഞങ്ങളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യുകയാണ്, സംവിധായകരുടെ. അപ്പോൾ ഞാൻ ഈ ഫോം അങ്ങേക്ക് ഇവിടെ വെച്ച് തരാനാണ്. ലാൽ സാറിൻ്റെ ആദ്യ ഡയറക്ടോറിയൽ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. മറ്റൊന്നും പറയാനില്ല. ഒരേ ഒരു വാചകം മാത്രം. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു നടൻ എന്നതിനുപരി ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള കലാകാരൻ എന്നതിലേക്ക് ഞാൻ എന്നും ആരാധനയോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന ലാൽ സാറിൻ്റെ ഈ പ്രോജക്റ്റ് ഉണ്ടാകുന്നതിന് ഒരു തുടക്കം എന്നുള്ള സമയത്ത് കാക്കനാട് ലാൽ സാർ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ സാറിനോട് വളരെ ഭവ്യതയോട് റിക്വസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് നവോദയ സ്റ്റുഡിയോ വരെ പോകണം. ജിജു അവിടെ കുറേ നാളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഇരിക്കുകയാണ്, അത് ശരിയാവില്ല. ലാൽ സാർ എന്നോടൊപ്പം ഒന്ന് അവിടെ വന്നാൽ നമുക്ക് ഈ ബ്രേക്കിന് പോയി അദ്ദേഹത്തെ ഒന്ന് കാണാം, ജിജുവെ നമുക്ക് എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം, സാർ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ ചെയ്യണം എന്ന് എൻ്റെ ഗുരു എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലാൽ സാറിനടുത്ത് പറയുകയും അതിൻ്റെ സ്പിരിറ്റ് കൃത്യമായി മനസ്സിലാക്കി അന്ന് തന്നെ ലഞ്ച് ബ്രേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഈ സ്റ്റുഡിയോയിൽ വരികയും ലാൽ സാർ അപ്പോൾ തന്നെ അത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒക്ടോബർ മാസം കണ്ടാണ് കാണുന്നത്. അപ്പോൾ സാർ പറഞ്ഞു, ഈ വരുന്ന മാർച്ചിൽ നമുക്കൊരു സിനിമ ചെയ്യാം, സ്ക്രിപ്റ്റ് റെഡിയാണെന്ന് രാജീവ് പറഞ്ഞു, ഈ സിനിമ ചെയ്യാൻ തയ്യാറാണെന്ന്. ഇവിടെ വന്നാണ് ഒരു ഉച്ചയ്ക്ക് ലാൽ സാർ ഈ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമ തുടങ്ങാനുള്ള ഒരു കാരണത്തിന് ഞാൻ ലക്ലി ഒരു ആളായി മാറി എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ ഷെയർ ചെയ്യുന്നു. ഈ സിനിമ ഇന്ന് തുടങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്
ലാൽ സാർ സംവിധായകനാകുന്നു എന്നതിനൊപ്പം തന്നെ ജിജോ എൻ്റെ ഗുരു, അദ്ദേഹം തിരിച്ച് ആക്റ്റീവായി സിനിമയിലേക്ക് വരുന്നു. അദ്ദേഹവും ഇനി ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റുകളായിട്ടുള്ള ചുണ്ടൻവള്ളത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡ്രീം പ്രോജക്റ്റും അതൊക്കെ ഈ സിനിമ കൊണ്ട് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലാൽ സാറിന് വീണ്ടും എല്ലാ ഭാവങ്ങളും. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാണ് എല്ലാവർക്കും. മലയാള സിനിമയുടെ ചരിത്രത്തിലെ നമുക്ക് ഇന്ന് ഓർമ്മിക്കാവുന്ന ഒരു നിമിഷം. ഇവിടെ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം ഞാൻ മലയാള സിനിമയിൽ വരുന്നത് വിഷ്ലോകം എന്ന സിനിമയിലാണ്. ലാലേട്ടനാണ് ഹീറോ. അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പടിച്ച് തുടങ്ങിയ ഒരു ജീവിതമാണ് എൻ്റേത്. അതുപോലെ തന്നെ ആൻ്റണി ഭായിയായിട്ടുള്ള സൗഹൃദം ഏകദേശം 31 വർഷത്തെ ഒരു സൗഹൃദമാണ്. ഈ നീണ്ട കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ എന്ന ആക്ടറുടെ വളർച്ച, അതുപോലെ തന്നെ സത്യനോട് പറയുണ്ടായി അദ്ദേഹത്തിലെ സംവിധായകനെ കുറിച്ച്. ഞാനത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്ന സമയത്ത് ലാലേട്ടനാണ് ഒരു ഫൈറ്റ് കമ്പോസ് ചെയ്തത്. അന്ന് ഞാനും ലാൽ ജോസുമാണ് ലാലേട്ടൻ്റെ അസിസ്റ്റൻസ്. അങ്ങനെ എടുത്തിട്ട് ഇടിക്കുക, ഇങ്ങോട്ട് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ലാലേട്ടൻ പറയുന്ന പോലെ അഭിനയിച്ച് കാണിക്കുക, പിന്നെ മറ്റുള്ളവർ ചെയ്യുക. അപ്പം ലാലേട്ടനാണ് ഫുൾ കമ്പോസ് ചെയ്തത്. പക്ഷേ ഞാൻ വിചാരിച്ചത് നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാർ എളുപ്പം ചില പരിപാടി കാരണം സംവിധാനം ചെയ്ത് മാറി നടക്കുക. പക്ഷെ ലാലേട്ടൻ മാറി നടന്നത് ഏറ്റവും മൂല്യമുള്ള ഒരു സാധനം തേടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാറോസ് ഗംഭീര സിനിമയായിരിക്കും. കാരണം നമ്മളെല്ലാവരും ഇപ്പം തന്നെ ഇവിടുത്തെ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ചെറിയൊരു ഡോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പൃഥ്വി നേരത്തെ ഇവിടെ സംസാരിച്ച പോലെ വലിയ ഭാഗ്യമാണത്. കാരണം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ ലാലേട്ടനോട് സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചൊരു ചെറിയ വേഷം എനിക്ക് കിട്ടും, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടെങ്കിലും ആ പാസിംഗ് എന്നും കിട്ടും. പക്ഷെ ഇതിലെ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി അതിനും സ്കോപ്പില്ലാന്ന് തോന്നുന്നു. വലിയ സന്തോഷം. പിന്നെ ഇവിടെ കണ്ടത് വലിയൊരു എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മ. അത് ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഞാനിവിടെ പലതവണ ഇവിടെ നവോദയയിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എല്ലാം ജിജു സാറ് ഇവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, സാറ് എന്താ സിനിമ ചെയ്യാണ്ടിരിക്കുന്നത്, സാറ് സിനിമ ചെയ്യണില്ലേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകൻ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് അതിന് മുൻകൈ എടുത്ത ആൻ്റണി പെരുമ്പാവൂർ, എൻ്റെ സുഹൃത്തും സഹോദരനുമായ ആൻ്റണി പെരുമ്പാവൂർ, അതുപോലെ തന്നെ ലാലേട്ടൻ, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ, ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ പങ്കാളിയാൻ സാധിച്ചതിൽ സർവേശ്വരനോട് നന്ദി പറയുന്നു. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. മലയാളത്തിൽ ഉറ്റുനോക്കുന്ന ഈ വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ എന്നെ ജിജു സാറും ലാലേട്ടനും അനർജേട്ടനും എല്ലാവരും വിളിച്ചു. അപ്പം അത് എന്നെ സംബന്ധിച്ചിട്ട് ആർട്ട് എന്ന് പറയുന്നൊരു മേഖലയിൽ തന്നെ വളരെയധികം വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വളരെയധികം റിസർച്ചിന്റെ ഭാഗമായിട്ട് അതെല്ലാം ജിയോ സാറും ആ ടീമും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതന്നെ ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു. What an astonishing feeling standing right here and addressing all of you on this auspicious occasion. And firstly, I would like to thank Mohanlal uncle and Jijo uncle for giving me this wonderful opportunity. And I feel so responsible, not only because this is my first movie, but this is the first directional movie for Mohanlal uncle. And I assure you that I'll give my best in this movie and make you all happy with my music. And last but not least, my wishes to all the cast and crews. And the shoot commences soon, and I can't wait. And thank you so much. Thank you. Well, a few years ago, my mom and I received an email from the production team of Baros, and we started talking to them, and well, the more that
I learned about the film and the better I got to know the amazing people that are working on this project, the more that I grew to love the story of Barros, and I hope the world feels the same way about it. It's truly an amazing film, and I'm excited for you all to see it. And I would like to say a thank you to Jijo sir and Mohanlal sir, who I greatly admire. And thank you for all of you for welcoming me to God's own world. Thank you. Thank you, Shaila. ഈ സിനിമയിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു സിനിമയിൽ പങ്കെടുക്കുകയാണ് കേരളത്തിലെ. സോ മോഹൻലാൽ സാറും ജിജോ സാറും ഇതിൻ്റെ ഡിസ്കഷൻ വിളിച്ചപ്പോൾ I was really happy, really thrilled to be part of this excellent, wonderful, creative team. So I wish all the very best for this film, and I think it will do wonders. And I'm really looking forward to the time when I can work in the studio and then be in the front of the camera. Thank you so much. Bye-bye. Thank you. Hello, everyone. Actually, the ചേട്ടന് തന്നെ ഒരു സർപ്രൈസ് ആയിരിക്കും ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ബിക്കോസ് ഇന്നലെ ആന്റണി ചോദിച്ചു സംസാരിക്കാൻ, പ്ലീസ് എന്നെ വിളിക്കല്ലേ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു all these years ഞാൻ എന്നിട്ടൊരു I try to be kind of take a low profile back seat, but Appuവിൻ്റെ first film വന്നപ്പോൾ I came on stage and spoke, and today is one of the best moments of his life in his acting career. I mean, he's got it all. As a director, today is his first and best day, so I have to say something. And Navodaya Films, Manil Virnya Pookal, his first film, and he was a villain, and I hated him. I hated him for all the movies he's acted as a villain in, but that only proves how good he was in what he did. And again, Navodaya Films, Enda Mama Tikkutti Ammekku is the movie where I started liking him, and then it didn't stop, and then I got married to him. He's my most favorite actor. And Barros, when he came and told me, Nyanati Cinemail act cheyan pona 3D film aanu, it was a wow moment, because 3D film coming after a long time after Kutti Chattan, something everyone has to look forward to. And when I read he brought home the script and Vaichu and all the technical detailing that has gone into the film, I think he's made the best choice to be the director of this film. And with Jijo sir's technical help, it's going to be something that we should all look forward to. And I'm sure that he's going to be my most favorite director as well. All the best, love and prayers. Thank you. ദൈവാനുഗ്രഹം, ഭാഗ്യം, അതായത് ചരിത്ര നിമിഷം, ഇങ്ങനെയൊക്കെ ഒരുപാട് ജീവിതത്തിൽ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ചരിത്ര നിമിഷങ്ങൾ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും ഇത് ഒരു ചരിത്രത്തിൻ്റെ ഒരു നിമിഷമാണ്. ആ ചരിത്രം പിറക്കുന്ന ഈ ദിവസം ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ ദൈവം എന്നെയും ലാൽ സാറിനോട് ചേർത്ത് നിർത്തി എന്ന് പറയുന്നത് എനിക്ക് ആരോടെല്ലാമൊക്കെയോ എൻ്റെ സ്നേഹം അറിയിക്കണമെന്നുണ്ട്, പറയണമെന്നുണ്ട്. ഒരുപാട് പേരുടെ പേരുകൾ മനസ്സിലൂടെ ഓടി മാറുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവരുടെയും പേരുകൾ ഈ സമയത്ത് പറയുന്നത് പോലെ വിചാരിക്കുക. കാരണം ഒരു വലിയ കമേഴ്ഷ്യൽ സിനിമ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രം, അതിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അംഗീകാരം കിട്ടിയിട്ട് 2 ദിവസമായുള്ളൂ. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യം എനിക്ക് കിട്ടിയതാണ്. അതിന് മോഹൻലാൽ സാറിനോടും അതിൻ്റെ പ്രിയദർശൻ സാറിനോടും അവരുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയ ആളാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ദിവസം മോഹൻലാൽ സാർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ഒരു ചടങ്ങിലേക്ക് പങ്കെടുത്തത് ഞാൻ കണ്ടത്. മോഹൻലാൽ സാറിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലാൽ സാറിൻ്റെ ഒരു സൗഹൃദ വലയത്തിലുള്ളവരാണ്. അത് ഞാൻ എപ്പോഴും മമ്മൂട്ടി സാറിനെ എനിക്കൊരു വാക്ക് പറയണം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ സാറിനെ പരിചയപ്പെട്ട കാലം മുതൽ ലാൽ സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മോഹൻലാൽ സാറിൻ്റെ വീട്ടിൽ ചെന്ന ഫീലിംഗ് ആയിരുന്നു മമ്മൂട്ടി സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഒരു ലാൽ സാറിൻ്റെ ചേട്ടനോട് സംസാരിക്കുന്ന പോലെ എന്നും എനിക്കൊരു സ്നേഹം തന്നിട്ടുള്ള
മമ്മൂട്ടി സാർ ഈ സമയത്ത് ഇവിടെ വന്നു എന്ന് പറയുന്നത് വലിയ ഒരു സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു. അതുപോലെ ലാൽ സാറിൻ്റെ ഒരു വലിയ സൗഹൃദ വലയം, ഒരുപാട് പേരുകളുണ്ട്. ഞാനത് കുറച്ച് പേരുടെ പേര് പറഞ്ഞ ഒരുപാട് തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ പേരും എടുത്തു പറയുന്നു എന്നെല്ലാവരും വിചാരിക്കുക. എല്ലാവരുടെയും സപ്പോർട്ടിനും എല്ലാവരുടെയും സ്നേഹത്തിനും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് എല്ലാറ്റിനും ഹൃദയത്തിൽ നിന്നും വളരെയധികം സ്നേഹത്തോടെ നന്ദി പറയുന്നു. വളരെ വളരെ നന്ദി നന്ദി നന്ദി. സിനിമ എന്ന മഹത്തായ കലയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ വലിയൊരു സദസ്സിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് പേര് പോയി കഴിഞ്ഞു. അവർ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് മഹത്തായ സംഭാവനകൾ നൽകിയ ആൾക്കാരാണ്. അത്തരമൊരു വേദിയിൽ നിന്ന് അവരോട് സംവദിക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പെട്ടെന്ന് എടുത്തു പറയാവുന്ന കാര്യം, മഹത്തായ സംഭാവനകൾ പോലെ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സിനിമ മലയാളത്തിന് കൊണ്ടുവന്ന എൻ്റെ സാരഥികളായ ആൻ്റണി പെരുമ്പാവൂരിനെയും പ്രിയദർശനെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസിക്കുന്നു. എനിക്കും അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിലുള്ള ഭാഗ്യം ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കല്ല, അതൊരു അവസ്ഥയാണ്. എന്താണ് എനിക്കത് പെട്ടെന്ന് പറയാൻ മനസ്സിലാകുന്നില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ ഒരുപാട് സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതെടുത്ത് പറയാൻ കാരണം, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത്. അന്ന് വരെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരുന്നു ബെസ്റ്റ് ആക്ടർ കിട്ടിക്കൊണ്ടിരുന്നത്. അത് സംവിധാനം ചെയ്ത മണിയൻപിള്ള രാജു എന്ന സുധീർ കുമാർ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം രാവിലെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് സുഖമില്ലാതായി, ഹോസ്പിറ്റലിലായിരുന്നു, തിരിച്ചു വന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. അതിൽ വളരെയധികം സങ്കടമുണ്ടിരിക്കും. പക്ഷേ എൻ്റെ സിനിമാ ജീവിതം 43 വർഷം മുമ്പ് ഒരു സെപ്റ്റംബർ 3-ാം തീയതിയാണ് തുടങ്ങുന്നത്. തിരനോട്ടം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിനൊരു സിനിമ എന്തിനെടുത്തു അല്ലെങ്കിൽ എന്തിനഭിനയിച്ചു എന്നതിന് ഉത്തരമില്ല. പക്ഷെ അതിനുള്ള ഉത്തരമായിരിക്കാം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. ആ സിനിമയ്ക്ക് ക്ലാപ്പ് അടിച്ച സുരേഷ് കുമാർ, ആ സിനിമ സംവിധാനം ചെയ്ത അശോക് കുമാർ, അതുപോലെ അതിൽ പിന്നീട് പ്രവർത്തിച്ച പ്രിയദർശൻ, എസ് കുമാറും ക്യാമറാമാൻ. അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല, അദ്ദേഹം ഡൽഹിയിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അവരെല്ലാം ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്, അതൊരവസ്ഥയാണ്. ആ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ മദ്രാസിലേക്ക് പോവുകയും ഞാൻ അവരുടെ ഒരു ഉത്സാഹ കമ്മിറ്റിയിലെ ഒരാളായിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നൊരു തമിഴ് സിനിമ എടുക്കാനായിട്ടുള്ള പ്ലാൻ അങ്ങനെ പോവുകയും അപ്പോഴാണ് നവോദയ പുതിയ സിനിമയിലേക്ക് ആൾക്കാരെ വേണം എന്ന് ഒരു അനൗൺസ്മെൻ്റ് ആണ്. അന്നുവരെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അഭിനയിച്ചാലും അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് നമ്മളെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ആണ് ഞാൻ ഒരാളെ പരിചയപ്പെടുന്നത്, രാധാകൃഷ്ണൻ. അദ്ദേഹം അന്നത്തെ ആർട്ട് ഡയറക്ടറാണ്. ഒരുപാട് ചിത്രങ്ങളിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിൽ നിന്ന് ഒരാൾ എൻ്റെ കുറച്ച് ചിത്രങ്ങളെടുത്തു. നമ്പ്യാതിരി. അദ്ദേഹം പിൽക്കാലത്ത് വലിയ പ്രശസ്തനായ ക്യാമറാമാനാണ്, ആണ്. 3D സിനിമകളുടെ വലിയ ഭാഗമാണ്. ആ ചിത്രങ്ങളാണ് നവോദയയിൽ അയച്ചു കൊടുത്തത്. ആ 2 പേരും കൂടിയിട്ടുണ്ട്, രാധാകൃഷ്ണൻ ചേട്ടനും നമ്പ്യാതിരി. ഇതും ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇതൊക്കെ വലിയ ഭാഗ്യങ്ങളുടെ കഥയാണ്. അതിനുശേഷം ആ സിനിമയിലേക്ക് അയച്ചു കൊടുത്ത ഫോട്ടോകൾ എനിക്ക് അന്ന് പ്രോപ്പറായിട്ട് അയക്കാൻ പറ്റിയില്ല. അത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. സുരേഷിൻ്റെ വീട്ടിലായിരുന്നു. അതിന് സുരേഷിൻ്റെ അമ്മ അത് കണ്ടിട്ട് വീണ്ടും സുരേഷിൻ്റെ നിർബന്ധത്തോട് ഞാൻ അയക്കുന്നു. അങ്ങനെ ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു ഓഡിഷന് പോകുന്നു.
അന്ന് എന്നെ ആദ്യമായി അഭിനയിപ്പിച്ചു നോക്കിയ ആൾക്കാരാണ് ജിജോ സാർ, പാച്ചിക്ക വാസൻ സാർ, സിബി മലയിൽ. ആ 3 പേരും കൂടി. ഇതൊക്കെ ഭാഗ്യം എന്നല്ലാതെ ഞാൻ എന്താണ് പറയുക. അത് മുതൽ എൻ്റെ അവസാനത്തെ ചിത്രം ഏറ്റവും സക്സസ്ഫുൾ ചിത്രം ആക്കി മാറ്റിയ സംവിധായകൻ പൃഥ്വിരാജ് ഇവിടെ. അപ്പോൾ ആ ജേണി എന്ന് പറയുന്നത് വലിയൊരു ജേണിയായിട്ട് ഞാൻ കാണുന്നു. ഇത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നവോദയയുടെ, ഇപ്പം എല്ലാവരും നവോദയയുടെ മണ്ണിനെ കുറിച്ച് പറഞ്ഞു. അതിലേറെ ഭാഗ്യം നിങ്ങൾ ആരും കാണാതെ എന്നെ ഏറ്റവും കൂടുതൽ ബ്ലസ് ചെയ്യുന്ന ഒരു ശക്തി ഇവിടുണ്ട്, അപ്പച്ചൻ മുതലാളി. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ കാല് തൊട്ടു തൊഴുന്നു. എന്നെ ലാലുമോനെ എന്ന് മാത്രമേ അദ്ദേഹം വിളിച്ചു. അല്ലാതെ അത് കേട്ടിട്ടാണ് ജിജോ സാറൊക്കെ വിളിച്ചു തുടങ്ങിയത്. ഇന്ന് വരെ അദ്ദേഹം ഏതാണ്ട് അദ്ദേഹം ഈ പ്ലാനറ്റിൽ നിന്ന് പോകുന്നിടം വരെ അദ്ദേഹം എന്നെ ലാലുമോനെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്ന് അവസാനമായി ചോദിച്ചത് എൻ്റെ വേറൊരു ആക്ടർക്കും കിട്ടാത്ത ഒരുപാട് ഭാഗ്യങ്ങളിലെ ഒരു ഭാഗ്യം കൂടെ ഞാൻ പറയാം. 43 വർഷം മുമ്പ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുത്ത ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. 2C ക്യാമറയാണ്. അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ക്യാമറ എന്ന നവോദയയുടെ കയ്യിലാണ്. ഞാൻ വളരെ കഴിഞ്ഞ അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുന്നതിന് മുമ്പ് വന്ന് ചോദിച്ചു, എനിക്ക് ആ ക്യാമറ തരാമോ? അതൊരു ആക്ടർ എന്നുള്ള രീതിയിൽ അതൊരു വലിയ കളക്ഷൻ, എന്തൊരു കളക്ഷൻ, ഒരു വലിയൊരു മെമ്മറിയാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ലാലുമണി എടുത്തോളൂ എന്ന് പറഞ്ഞ ക്യാമറ ഇരിക്കുന്നു. ഞാനിത് പറയുന്നത് ഞാൻ അവസാന കാലങ്ങളിൽ ഞാൻ വരുമ്പോഴും ആ സ്നേഹവും സന്തോഷവും എപ്പോഴും എന്നെ ഇടയ്ക്ക് ഫോണിൽ വിളിക്കും, ലാലുമണി സുഖമായിരിക്കുന്നു. അതൊരു പിതൃ ഒരു പുത്ര വാത്സല്യം പോലെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തലകുലിക്കുന്നു. അതും എനിക്കൊരു ഭാഗ്യമാണ്. ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. തികച്ചും അപ്രതീക്ഷിതമായി ഒരു നാടകം ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. ഒരു 3D പ്ലേ. എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു രസമുണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ വിചാരിച്ചാൽ മാത്രം പോരാ, അതിനും ഒരു ഭാഗ്യം വേണം. അതൊരു പ്രത്യേക അനുഭൂതിയാണ്, ഒരവസ്ഥയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുകയും നേരത്തെ ജിജു പറഞ്ഞതുപോലെ, രാജീവ് കുമാർ പറഞ്ഞതുപോലെ, ഈ എന്താ പറയുന്ന അറിഞ്ഞുകൂടാതെ ഈ സിനിമയിൽ ഞാൻ എങ്ങനെ വന്നോ അതുപോലെ അറിഞ്ഞുകൂടാതെ ഞാനിതിലേക്ക് വരുന്നു. എനിക്ക് 2 മാർക്ക് തന്ന ആൾക്കാരുണ്ട്. സിബി മലയിൽ എനിക്ക് 2 നാഷണൽ അവാർഡ് അദ്ദേഹമാണ് പിന്നെ വാങ്ങിച്ചു തന്നത്, അല്ലേ? സത്യേട്ടൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം മുതൽ ഇപ്പം ഞങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും. അതുപോലെ എത്രയോ വർഷത്തെ ബന്ധമാണ്. മേജർ രവി ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഞാൻ എടുത്തെടുത്ത് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ് ഒരുപാട് പേര്. മമ്മൂട്ടിക്ക ഏതാണ്ട് 53 ചിത്രങ്ങൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെത്തുക, അവർ നമ്മളെ ബ്ലെസ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ഞാൻ ആൾക്കാരുടെ പേരുകൾ വിട്ടു പറഞ്ഞിട്ടുണ്ട്. പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അറിഞ്ഞു അറിയാതെ നമ്മളുടെ മനസ്സിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരുപാട് പേര് ഈ ചിത്രം ഇങ്ങനെ ഒരു കഥ, ഒരു കുട്ടിയുടെ മനസ്സ് എന്ന് വിശേഷിപ്പിച്ചു. വളരെ സന്തോഷം. പക്ഷേ ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ കഥയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി, അയാൾ തന്നെ ഇതിൻ്റെ ഒരു മ്യൂസിക് നോക്കുമ്പോൾ ലിഡിയൻ നാദസ്വരം എന്ന് പറയുന്ന ഒരു പ്രോഡജി ഉണ്ടെന്നറിയുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചു. ഇതിന് ഏറ്റവും സന്തോഷത്തോടെ ആ കുടുംബം തന്നെ ഇപ്പം നവോദയയുടെ ഞങ്ങളുടെയും ഭാഗമായി മാറിയിട്ടാണ്. ഞങ്ങളുടെ കുടുംബം പോലെയാണ്. അതിൻ്റെ കൂടെ സഹകരിച്ചു. സന്തോഷ് രാമൻ, ഇതിനെല്ലാം പുറമെ ആൻ്റണി പെരുമ്പാവൂരിനെ 33 വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നതാണ്. 33 വർഷമായി ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ സുചിത്ര എൻ്റെ കൂടെ ആയത്. അന്ന് ആ സമയം മുതൽ കിട്ടിയ ആൾ തന്നെയാണ് ആൻ്റണി. താങ്ക് യു സുചി ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. വേറെ എന്താ പറയണ്ടെങ്കിൽ ഇങ്ങനൊരു സിനിമ സംവിധാനം JT ഒക്കെ പോയാൽ തിരിച്ചറിയില്ല. ഒരുപാട് പേര് ഇവിടെ വന്ന് പോയി. ബാബുശായൻ, അവരുടെയൊക്കെ എത്രയോ വർഷത്തെ ബ്ലെസ്സിങ്സ്, എത്രയോ വർഷത്തെ പ്രാർത്ഥനയും എത്രയോ വർഷത്തെ സ്നേഹബന്ധം. സന്തോഷ് കുരുവിള, അഷ്റഫ്, അതുപോലെ ബിജു, ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ ഈ അവസരത്തിൽ എടുത്ത് പറയുന്നു. ഈ അവസരത്തിൽ അവരിവിടെ വരികയും ഇങ്ങനൊരു ഒരു കർമ്മത്തിന് സാക്ഷിയാകാൻ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ്. വേറെ എടുത്ത് പറയേണ്ട ഒരു പേര് ഈ റാവിസ്, മിസ്റ്റർ രവി പിള്ള, റാവിസ് പ്രസൻസ്. ഞങ്ങളൊരു ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാൽ
ഈ സിനിമ എനിക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ല. തീർച്ചയായിട്ടും അതിനൊരുപാട് മറ്റ് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് വരിക. ഈ അവസരത്തിൽ അദ്ദേഹത്തിനെയും ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിനുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ജിജുയെ പറ്റി ജോക്കുട്ടൻ ഒരു പല പേരുകളിലാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം ഒരു അങ്ങനെ എന്താണ് ജീനിയസ് ആണോ, ഒരു പ്രോഡജി ആണോ, അല്ലെങ്കിൽ വലിയ ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കാലം തെളിയിക്കട്ടെ. പക്ഷേ അദ്ദേഹം വെറുതെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ വെറുതെ ഇരുന്ന് പോകേണ്ട ഒരാളല്ല എന്ന് ഒരു പക്ഷേ പ്രകൃതിക്കും സിനിമയ്ക്കും അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ശക്തികൾക്കും ഒക്കെ തോന്നിയത് കൊണ്ടാകാം എന്നിലൂടെ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ പ്രവൃത്തി ഏറ്റവും മനോഹരമായി മാറട്ടെ.